ഇപ്പോൾ ഒരു കേസ് വന്നാൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പൊതുവിചാരണ നടത്തുന്നത് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം മാധ്യമങ്ങൾ ഒരു വാർത്ത കിട്ടിയാൽ തന്നെ അത് ചെയ്യുന്ന രീതിയിൽ തന്നെ വലിയ വ്യത്യാസം, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൊതുവിചാരണ നല്ലൊരു കാര്യമാണോ, അല്ലെങ്കിൽ അത് ഈ കേസുകൾ മാധ്യമങ്ങളിൽ നിന്ന് പിന്നീട് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ആ ഒരു പൊതുവിചാരണ കൊണ്ട് സംഭവിക്കാറുണ്ട്? നോക്കൂ, ഈ മാധ്യമ വിചാരണ അല്ലെങ്കിൽ മീഡിയ ട്രയൽ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നേരത്തെ പത്രങ്ങളായിരുന്നു, പിന്നെ റേഡിയോകളുണ്ടായിരുന്നു, TV ആയി, ഇന്ന് സോഷ്യൽ മീഡിയ ആയി. അപ്പം അതിൻ്റെ ഒരു മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതിനപ്പുറത്തേക്ക് അന്നും മാധ്യമ വിചാരണകളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എക്സ്ട്രീമിൽ അതുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് ആക്സസിബിളാണ്, എല്ലാവർക്കും ആക്സസിബിളാണ്. മുഖമില്ലാതെ വന്ന് തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. നേരത്തെ ആകാശവാണിയും ദൂരദർശനമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിൽ വ്യക്തമായി അഭിപ്രായം പറയുന്ന ആളുകളുടെ മുഖവും ശബ്ദവും ഒക്കെ നമുക്ക് കാണാമായിരുന്നു. ഇന്ന് മുഖമില്ലാത്തതായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഭൂരിപക്ഷമുള്ളത്. അപ്പം മീഡിയ ട്രയൽ എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ നീതിന്യായ വ്യവസ്ഥയുടെ തന്നെ ഒരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഈ വ്യവസ്ഥിതി പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളത്. ഇന്നത് അതിൻ്റെ ഒരു പീക്കിലെത്തിയിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്പം ഈ മീഡിയ ട്രയൽ എന്ന് പറയുന്നത് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന ഫീഡാണ്, അല്ലേ? നമ്മളങ്ങനെ പറയില്ലേ? നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ളത് ഫീഡാണ്, അല്ലേ? ആ ഫീഡ് നമ്മളുടേതായിട്ടുള്ള ഒരു ചിന്തയ്ക്കനുസരിച്ച് വരണമെന്നൊന്നുമില്ല. ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം, ഇൻസ്റ്റയുടെ അൽഗോരിതം, ഈ പറയുന്ന സാങ്കേതികമായി അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മിത ബുദ്ധിയുടെ അൽഗോരിതം, അവരുടെ ചിന്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് ആ സമയത്ത് അവർക്ക് എന്തും ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു സബ്ജുഡീസ് ആയിട്ടുള്ള കേസിന് എതിരെ വേണമെങ്കിലും പ്രതികരിക്കാം. അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മീഡിയ ട്രയലിൻ്റെ ഭാഗമായിട്ടാണ് അഫ്സൽ ഗുരുവിൻ്റെ വധശിക്ഷ കേട്ടിട്ടുണ്ടോ? പാർലമെൻറ്റ് ആക്രമണ കേസിലെ പ്രതിയാണ് അഫ്സൽ ഗുരു. അതായത് പാർലമെൻറ്റ് ആക്രമിക്കാൻ വന്നിട്ടുള്ള പ്രതികൾക്ക് വാഹനം വാടകയ്ക്ക് എടുത്തു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുകളിൽ കുറ്റം. അപ്പം ഈ അഫ്സൽ ഗുരുവിൻ്റെ കേസിൽ ആ കേസ് തന്നെ ഒരു വ്യാജ കേസാണെന്നുള്ളതാണ് പിന്നീട് പൊതുസമൂഹത്തിലുള്ളത്. ജസ്റ്റിസ് മർക്കണ്ടേയ കഡ്ജു, അതുപോലെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാരൊക്കെ പിന്നീട് അത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വിധിയിൽ സുപ്രീം കോടതി ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ വേണ്ടിയിട്ടുള്ള വിധിയിൽ സുപ്രീം കോടതി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇദ്ദേഹം ഇത് ചെയ്തു എന്നും ബോധ്യമില്ല, എങ്കിൽ പോലും ടു സാറ്റിസ്ഫൈ ദ കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദി സൊസൈറ്റി, പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം, തൂക്കിലേറ്റേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. ടു സാറ്റിസ്ഫൈ ദ കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദി സൊസൈറ്റി വി ആർ ഗോയിങ് ടു ഹാങ് സം വൺ എന്നുള്ളത് എത്ര ഭീകരമാണ്. അതായത് അപ്പം ഈ പൊതുബോധം ആര് സൃഷ്ടിച്ചതാണ്? ഇവിടുത്തെ മീഡിയ സൃഷ്ടിച്ചതാണ്, സെൻസേഷണലൈസ് ചെയ്ത് സൃഷ്ടിച്ചതാണ്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അവർക്കുണ്ട്? അവരുടെ മുന്നിൽ ഇസ്ലാമോഫോബിയ ഉണ്ട്. അഫ്സൽ ഗുരു മുസ്ലിമാണ്, അതുപോലെ യാക്കൂബ് മേമൻ മുസ്ലിമാണ്. അങ്ങനെ ഈ ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഇസ്ലാമോഫോബിയ പിടിച്ചുകൊണ്ട് ഒരു പൊതുബോധം മാധ്യമങ്ങൾ സൃഷ്ടിച്ചു. മാത്രവുമല്ല 2013 എലക്ഷന് തൊട്ട് മുമ്പായിരുന്നു ഗവൺമെൻറ് നിന്നിരുന്നത്. മോദി വരുന്നതിന് മുമ്പായിട്ട് UPയുടെ ഗവൺമെൻറ് ആയിരുന്നു. അപ്പം തൊട്ട് മുൻപായി തീവ്രവാദി എന്ന് നമ്മൾ ആരോപിക്കുന്ന ഒരു മുസ്ലിമിനെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വ വോട്ടുകൾ അനുകൂലമാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള മീഡിയ പൊതുബോധം, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പൊതുബോധം, സോഷ്യൽ മീഡിയ പൊതുബോധം, ഇത് എവിടെ വരെ എത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ആ ബോഡി ആ കുടുംബത്തിന് വിട്ടുകൊടുത്തില്ല. സെൻട്രൽ ജയിലിൽ എവിടെയോ കത്തിച്ച് കളയുക ചെയ്തത്. അവിടെ കത്തിച്ച് കളഞ്ഞ സ്ഥലത്ത് ആ പാട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം അത് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോന്യുമെൻറ്റോ അല്ലെങ്കിൽ മറ്റാളുകൾ വരുന്നൊരു സ്ഥലമോ ആവുമെന്ന് പേടിച്ചിട്ട് വീട്ടുകാർ വിവരം അറിയിച്ചിട്ടില്ല. വീട്ടുകാർ വിവരം അറിയിച്ചു, ഇന്ന ദിവസം കൊല്ലാൻ പോവുകയാണെന്ന് അറിയിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്കത് ജമ്മു കാശ്മീരിൽ കിട്ടിയത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഏറ്റവും ഒടുവിൽ അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി മരണത്തിന് തൊട്ട് മുമ്പ് ഏറ്റുപറഞ്ഞു, എനിക്കൊരു തെറ്റുപറ്റി. അതായത് ഈ അഫ്സൽ ഗുരുവിനെ കൊന്നതിൽ ഒരു രാഷ്ട്രീയ കേന്ദ്ര സർക്കാർ പറഞ്ഞതുകൊണ്ട് എനിക്കത് അതിൽ ഒപ്പിടേണ്ടി വന്നു. 8 വർഷം പറയുന്ന അയാളുടെ ദയാഹർജി അവിടെ വെച്ചുകൊണ്ട്. അപ്പോൾ ഒരു പൊതുബോധത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള കെൽപ്പുണ്ട് എന്നുള്ളതാണ് അഫ്സൽ ഗുരുവിൻ്റെ മരണവും അതിലെ
സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റും പറഞ്ഞു വെക്കുന്നത് എത്രത്തോളം ഭീകരമാണ്. അപ്പം മീഡിയ ട്രയലിൻ്റെ ഇരകളായിട്ട് എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലില്ലേ, ഇല്ലേ? ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ ഒരു വിധി വന്നിട്ട് അവർക്കൊരു അക്വിറ്റലാണ് എന്നുള്ളതെങ്കിൽ ഏതെങ്കിലും ഒരു കോളം വാർത്തയെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പലപ്പോഴായിട്ട് പല മാധ്യമങ്ങളിലും ഞാൻ ചോദിക്കുന്ന കാര്യം. അപ്പം മീഡിയ ട്രയൽ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് ആളെ കൊല്ലാനുള്ള, ആളെ തൂക്കി കൊല്ലിക്കാനുള്ള കഴിവ് വരെ ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ലല്ലോ. അതാണൊരു യാഥാർത്ഥ്യം. അത് ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു മീഡിയ ട്രയൽ കൊണ്ട് കോടതി അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മീഡിയ ട്രയൽ പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ കോടതിക്ക് എന്താ ചെയ്യാൻ സാധിക്കും? കണ്ടിന്യൂസ് ആയിട്ട് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻസ് ഉണ്ട് മീഡിയ ട്രയൽ പാടില്ല എന്നുള്ളത്. എന്തിന്? റീസെൻ്റ്ലി ദിലീപിൻ്റെ കേസിൽ പിന്നെ വിചാരണ കഴിഞ്ഞു. ദിലീപ് 8ാം പ്രതിയായിട്ടുള്ള കേസിൽ വിചാരണ കഴിഞ്ഞു, വിധി വന്നു, 6 പ്രതികളെ ശിക്ഷിച്ചു, മറ്റുള്ളവരെ വെറുതെ വിട്ടു തെളിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോഴും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ 4 5 കേസുകൾ നടക്കുന്നുണ്ട്. എന്താ കേസ്? കോടതി അലക്ഷ്യ കേസാണ്. ആരൊക്കെയാ ഇതിലെ പിന്നെ പ്രതികൾ? റിപ്പോർട്ടർ TV, 24 TV, പിന്നെ ഇവിടുത്തെ മുഖ്യമായ മാധ്യമങ്ങൾ. അവർ എന്ത് ചെയ്തു? ഇതിൽ ഏറ്റവും വൈറ്റലായിട്ടുള്ള മെറ്റീരിയൽ എവിഡൻസുകൾ, ഇൻഫർമേഷൻസ്, കോടതിയുടെ വിചാരണയെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത കേസ്. ഞാൻ കൊടുത്ത കേസിൽ 2 FIRകളുണ്ട്, ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. ഇന്ത്യ അന്നത്തെ പിന്നെ റിപ്പോർട്ടർ TVയുടെ നികേഷ് കുമാറിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ 2 കേസുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടു, മീഡിയ ട്രയൽ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം മീഡിയ ട്രയൽ അവർ മാത്രമൊന്നുമല്ല. ഇപ്പം ഏറ്റവും റീസെൻ്റായിട്ട് ഇന്നലെ എനിക്കൊന്ന് 2020 എന്ന് പറയുന്ന പാർട്ടി, നമ്മുടെ സാബു ജേക്കബിൻ്റെ, അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ടർ ചാനൽ കൊടുത്തിരിക്കുന്ന വളരെ വിവാദമായിട്ടുള്ള സാബു EDനെ പേടിക്കുന്നതൊക്കെ പറഞ്ഞ കേസിൽ ഇനി ഒരു വാർത്തയും അതുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ട് ചെയ്യരുതെന്ന് ഇന്നലെ പിന്നെ സബ് കോടതിയുടെ വിധിയുണ്ട്, പെരുമ്പാവൂർ സബ് കോടതിയുടെ വിധിയുണ്ട്. അപ്പം ക്രിമിനൽ കേസുകളിൽ മാത്രമല്ല, ഇത്തരം കേസുകളിൽ മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ കാലത്ത് മുഴുവൻ ജുഡീഷ്യറിയെയും ബാധിക്കുന്ന രീതിയിൽ. കാരണം ഈ ജഡ്ജിമാരൊന്നും അന്യഗ്രഹ ജീവികളോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയോ TV കാണാത്ത ആളുകളൊന്നും അല്ലല്ലോ. നിരന്തരം നമ്മളെപ്പോലെ അവർക്കും സോഷ്യൽ മീഡിയ ഉണ്ട്, അവരും ഫേസ്ബുക്ക് ഉണ്ട്, അവർക്കും ഇൻസ്റ്റയുണ്ട്, അവർക്കും TV ഉണ്ട്. ഇത് തുറന്നു വെക്കും, കാണുന്നത് എന്താ? പടച്ചുവിടുന്ന വാർത്തകൾ എന്താ? നാളെ ഞാൻ പരിഗണിക്കാൻ വേണ്ടി പോകുന്ന കേസിൻ്റെ എല്ലാ തെളിവുകളും സാക്ഷിമൊഴികളും ഇന്ന് രാത്രി 8 മണിക്കുള്ള ചർച്ചയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്ത് പ്രസക്തി അതിന് പിന്നെ ആ കോടതിയിലുള്ളത്? അപ്പോൾ അതുകൊണ്ട് ആ കേസാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇപ്പം ആ കേസ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ നിരന്തരം ഹാജരായിക്കൊണ്ടിരിക്കുക അവർ. അപ്പം മീഡിയ ട്രയൽ എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ ശരിയായ നീതി, ഫെയർ ട്രയലിനെ വളരെ ആഴത്തിൽ ബാധിക്കുന്നൊരു കേസാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും മീഡിയ എന്നോ പ്രസ് എന്നോ ഉണ്ടോ? ഇല്ല. ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇപ്പം താങ്കളും ഞാനും ഒക്കെ ജേർണലിസം പഠിച്ചാണ്. പക്ഷേ നമ്മുടെ ഈ പ്രൊഫഷനെ പറ്റിയോ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റിയോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മ എന്നൊരക്ഷരം മിണ്ടുന്നില്ല. മീഡിയ എന്നോ പ്രസ് എന്നോ മാധ്യമമെന്നോ ഒരു സാധനവും ഇല്ല. ആകെയുള്ള എന്താ? ആർട്ടിക്കിൾ 19(1)(a, റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. Right to speech and expression that is equally applicable to the common man and media person. There is no such thing as a media person and a common man. ഇവർക്ക് രണ്ടാക്കുള്ള അധികാരവും അവകാശവും ഈക്വലാണ്. അതാണ് ഇവിടുത്തെ പൊതുജനമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ജേർണലിസം പഠിച്ച ഒരാൾ അല്ലെങ്കിൽ മീഡിയയിൽ വർക്ക് ചെയ്ത ഒരാൾ, അവനും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഈ രാജ്യത്തില്ല. റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19(1)(a)യുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷേ അതിലൊരു പ്രശ്നം, ഈ പാർട്ട് 3 എല്ലാ പൗരാവകാശങ്ങളും പൂർണ്ണ അധികാരങ്ങളാണ്. ആർട്ടിക്കിൾ 21 ആണെങ്കിലും 14 ആണെങ്കിലും 16 ആണെങ്കിലൊക്കെ. പക്ഷേ 19(1)ൻ്റെ ഒരു പ്രശ്നമുണ്ട്. 19(1)(a)ക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, എൻ്റെ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നിങ്ങളുടെ അവകാശത്തിന് തൊട്ട് മുമ്പിൽ റീസണബിൾ റെസ്ട്രിക്ഷന് വിധേയമാണ്. തോന്നുന്ന പോലെ പറയാൻ പറ്റില്ല എന്നാണ് ഭരണഘടന പറയുന്നത്. പ്രസ് എന്നില്ല, മീഡിയ എന്നില്ല. പിന്നീട് നിയമങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്ക് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മിനിസ്ട്രി ഉണ്ട്. പിന്നെ പ്രസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ മീഡിയയ്ക്ക് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കും കൂടെ രജിസ്ട്രേഷൻ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഭാഗമാണ്.
അതൊരു ഭരണഘടനയുടെ ഭാഗമല്ല. അപ്പോൾ ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകനും ഒരു മാധ്യമ ടീമും ഒരു മാധ്യമ സ്ഥാപനവും വിചാരിക്കേണ്ട തങ്ങൾക്ക് തോന്നുന്നത് പോലെയൊക്കെ പറയാൻ പറ്റും. മറ്റുള്ളവൻ ഒരു യൂട്യൂബ് തുടങ്ങി പറയുന്നതൊക്കെ മോശമാണ്, ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട് എന്നുള്ളത്. കൂടുതൽ പേടിക്കേണ്ടത് ഇവരാണ്. കാരണം ഇവർക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്. നമുക്ക് മീഡിയ വൺ ഇന്ത്യക്ക് രജിസ്ട്രേഷൻ റദ്ദാക്കിയതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു കിട്ടിയത്. അപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാം. യൂട്യൂബ് ചെയ്യുന്നവൻ്റെ രജിസ്ട്രേഷൻ യൂട്യൂബിന് കാലിഫോർണിയയിൽ ഇരുന്നിട്ടേ റദ്ദാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഏറ്റവും പേടിക്കേണ്ട അവരാണ്. അവർക്കുള്ള അധികാരത്തിനേക്കാൾ കൂടുതലോ കുറവോ ഒരു ലേമാൻ, ഒരു സാധാരണക്കാരന് ഇല്ല എന്നുള്ളത് അവരാദ്യം മനസ്സിലാക്കണം. എന്നിട്ട് വേണം അന്തിച്ചർച്ചകളിൽ ഇവർ ഈ സബ്ജുഡീസ് ആയിട്ടുള്ള ഇത്തരം സെൻസേഷണലായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള കേസുകളെ ആ കേസിനെ ബാധിക്കുന്ന രീതിയിൽ പറയാതിരിക്കാൻ എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് അന്നും ഇന്നും മുന്നോട്ട് വെക്കാനുള്ളൂ. ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഏഷ്യാനെറ്റിലെ വിനുവിനും ഇപ്പുറത്തെ റിപ്പോർട്ടറിലെ അരുൺകുമാറിനും ഒക്കെ ഉള്ള അവകാശം തന്നെ ഒന്നിലുമില്ലാത്ത വെറുതെ ഇരിക്കുന്ന എനിക്കുണ്ട്. ആർട്ടിക്കിൾ 19(1)A. അതിനപ്പുറമോ ഇപ്പുറമോ അധികാരം അയാൾക്കും ഇല്ല, അവർക്കും ഇല്ല, എനിക്കും ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇതല്ല മനസ്സിലാക്കുന്നത്. ഇവരെന്തോ ഒരു പ്രത്യേക അധികാരമുള്ള ആളുകളാണ്, ഇവരിത് പുറത്തു വിട്ടാൽ പ്രശ്നമില്ല. ഇതിനൊക്കെയുള്ള തിരിച്ചടികളാണ് ഇപ്പം നികേഷ് കുമാർ കേസുമായി നടക്കുന്നത്, അരുൺകുമാർ കേസുമായി നടക്കുന്നത്, അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പൽ സെഷൻ കോടതിയിലുള്ള കേസുകളൊക്കെ. അപ്പം മീഡിയ ട്രയൽ യാഥാർത്ഥ്യമാണ്. അത് ചെയ്യുന്നതിന് മുഖ്യധാരാ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ഓൺലൈൻ ചാനലുകൾക്കും തുല്യമായിട്ടുള്ള പങ്കാളിത്തമാണ്.